നമസ്കാരം, ഞാൻ ഡോക്ടർ കീർത്തി സുരേഷ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗർഭകാലത്ത് രക്തസമ്മർദ്ദം അഥവാ BP, ബ്ലഡ് പ്രഷർ എന്നൊക്കെ നമ്മൾ പറയുന്നത് എത്ര വരെ ആകാം, എത്ര കുറയാൻ പാടില്ല, അല്ലെങ്കിൽ എത്ര കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് വരാം പ്രഗ്നൻസിയിൽ, ഇതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ പ്രഗ്നൻസിയിൽ പല കുട്ടികളും BP കുറഞ്ഞു വരാറുണ്ട്. പ്രത്യേകിച്ച് ആദ്യത്തെ ഒരു 3-4 മാസങ്ങളിലൊക്കെ ഛർദിയൊക്കെ കാരണം നമുക്ക് ശരീരത്തിൽ ഒത്തിരി വെള്ളം നഷ്ടപ്പെടുകയും ബ്ലഡ് പ്രഷർ അഥവാ രക്തസമ്മർദ്ദം ഒത്തിരി കുറഞ്ഞു പോവുകയും ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ കിടത്തിയിട്ട് ഡ്രിപ്പ് ഇടുക, അങ്ങനെ ഫുഡ് കഴിപ്പിക്കുക, നന്നായിട്ട് വെള്ളം കുടിപ്പിക്കുക. അപ്പൊ അങ്ങനത്തെയുള്ള ഇഷ്യൂസ് നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാനായിട്ട് പറ്റും BP കുറയുന്ന കണ്ടീഷൻ ആണെങ്കിൽ. പക്ഷേ BP കൂടുന്ന കണ്ടീഷനാണ് കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പൊ അതിനെപ്പറ്റിയാണ് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ടത്. അപ്പോൾ എന്താണ് ഒരു പ്രഗ്നൻസിയിലുള്ള ഒരു നോർമൽ BP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യൂഷ്വലി ഒരു 90/60 മില്ലിമീറ്റേഴ്സ് ഓഫ് മെർക്കുറി നമ്മൾ പറയും. അത്രയെങ്കിലും BP നമുക്ക് ഒരു പ്രഗ്നൻസി പീരീഡിൽ വേണം. കാരണം അതിലും ഒത്തിരി കുറഞ്ഞു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ രക്തയോട്ടത്തിനെ ബാധിക്കാനും തലകറക്കം, ക്ഷീണം, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരാനും ഒക്കെ ഒരു കാരണമാകും. അപ്പൊ മിനിമം ആ ഒരു റേഞ്ചിലെങ്കിലും BP വേണം. ഇനി എത്ര വരെ ആകാം? യൂഷ്വലി നമ്മൾ BPക്ക് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 140/90 140/90 മില്ലിമീറ്റേഴ്സ് ഓഫ് മെർക്കുറി നമ്മൾ പറയും. അപ്പൊ ആ ലെവലിന് മേളിൽ പോകുമ്പോഴാണ് സാധാരണഗതിയിൽ പ്രഗ്നൻസിയിൽ നമ്മൾ BPക്കായിട്ടുള്ള മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാറ്. അപ്പൊ ഇതാണ് ഒരു നോർമൽ റേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ. യൂഷ്വലി പ്രഗ്നൻസിയിൽ മിക്കവർക്കും ഈ റേഞ്ചിനുള്ളിൽ തന്നെ ആയിരിക്കും. പക്ഷെ ചെറിയൊരു ശതമാനം ആൾക്കാർക്ക് പ്രഗ്നൻസിയിൽ BP കൂടുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. ഇപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പ്രഗ്നൻസിയുടെ ഏജ് പണ്ടൊക്കെ 20കളിലായിരിക്കും ആദ്യത്തെ ഒരു പ്രഗ്നൻസി എന്നുണ്ടെങ്കിൽ ഇപ്പൊ 30കളിലേക്കാണ് ആദ്യത്തെ പ്രഗ്നൻസി വരുന്നത്. അപ്പോൾ അങ്ങനെ ഏജ് കൂടുന്തോറും നമുക്ക് പ്രഗ്നൻസിയിൽ BP വരാൻ ഒരു ടെൻഡൻസി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഗർഭകാലത്ത് BP കൂടുന്നവരുടെ എണ്ണം ഇപ്പോ കുറച്ച് കൂടി വരികയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പൊ ഗർഭകാലത്ത് BP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 രീതിയിലാവാം. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ആള് BP ഉള്ള ആളായിരുന്നു, അതായത് ഒരു പെൺകുട്ടിക്ക് ഓൾറെഡി ബ്ലഡ് പ്രഷർ കൂടുതലാണ്, രക്തസമ്മർദ്ദം ഉള്ള ആളാണ്, അതിന് മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ ഗർഭിണിയായി. അപ്പോൾ ഓൾറെഡി അവര് BPക്ക് മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഗർഭിണിയാവുന്ന ഒരു കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗർഭകാലത്ത് വരുന്ന BP. ഗർഭകാലത്ത് അഥവാ ഗർഭകാലത്തെ ഹോർമോൺസിന്റെ ഫലമായിട്ട് വരുന്ന രക്തസമ്മർദ്ദം അഥവാ ജസ്റ്റേഷണൽ ഹൈപ്പർടെൻഷൻ നമ്മൾ കോമൺലി പറയും. ആ ഒരു BP എന്ന് പറയുന്നത് യൂഷ്വലി ഒരു 20 ആഴ്ചയ്ക്ക് ശേഷമാണ് ഗർഭകാലത്ത് കാണാറുള്ളത്. അതായത് ഇപ്പൊ ഒരു 3 മാസത്തിലോ 4 മാസത്തിലോ ഒക്കെ ഒരു നോർമൽ BP ആയിരുന്ന ഒരാൾക്ക് പോലും 5 മാസത്തിലോ 6 മാസത്തിലോ ബ്ലഡ് പ്രഷർ കൂടാൻ ഒരു ടെൻഡൻസി ഉണ്ടാവും. ചില കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് അങ്ങനെ ഒരു സാധ്യതയുണ്ട്. അപ്പോ എനിക്ക് 3 മാസത്തിലും 4 മാസത്തിലും എല്ലാം BP നോർമൽ ആയിരിക്കുന്നു എന്ന് വിചാരിച്ച് 6 മാസത്തിലോ 8 മാസത്തിലോ നോർമൽ ആയിരിക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ ചെക്കപ്പിന് പോകുമ്പോഴും നമ്മൾ തീർച്ചയായിട്ടും വെയിറ്റ് നോക്കുന്നത്, അതുപോലെ തന്നെ BP നോക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് റെഗുലർ ആയിട്ട് ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഗർഭകാലത്ത് ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും ബ്ലഡ് പ്രഷർ അഥവാ BP കൂടാനും അതിനെ തുടർന്നുണ്ടാവാൻ ചാൻസ് ഉള്ള കോംപ്ലിക്കേഷൻസ് വരാനും ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 തരത്തിലുള്ള BP ഉള്ള ആൾക്കാരെയാണ് നമ്മൾ ഗർഭിണികളിൽ പൊതുവെ കാണുന്നത്. പക്ഷെ ഈ 2 കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും വരാൻ സാധ്യതയുള്ള കോംപ്ലിക്കേഷൻസ് കോമൺ ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ഉദാഹരണത്തിന് അമ്മമാർക്ക് എന്ത് സംഭവിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, BP ക്രമാതീതമായിട്ട് കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഫിറ്റ്സ് അഥവാ ജന്നി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബ്ലഡ് പ്രഷർ ഒത്തിരി കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിലെ പല അവയവങ്ങളെയും ബാധിക്കാനും ഒരു സാധ്യതയുണ്ട്. ഇനി കുഞ്ഞിന് എന്ത് കോംപ്ലിക്കേഷൻ വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുഞ്ഞുങ്ങൾക്ക് പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത് ബ്ലഡ് പ്രഷർ കൂടിയ കാരണം കുഞ്ഞിലേക്കുള്ള രക്തയോട്ടത്തിലുള്ള കുറവ് വരാനും, കുഞ്ഞിന് വളർച്ചക്കുറവ് വരാനും, കുഞ്ഞിന് ചുറ്റുമുള്ള വെള്ളം കുറയാനും, മാസം തികയുന്നതിന് മുന്നേ ഉള്ള പ്രസവം നടക്കാനും ഒക്കെ ഉള്ള ഒരു സാധ്യത നമ്മൾ പൊതുവെ ഗർഭകാലത്ത് BP കൂടുന്നവരിൽ കാണാറുണ്ട്. അപ്പൊ ഏത് തരത്തിലുള്ള ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ BP വരാൻ ഒരു ചാൻസ്? ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ പ്രഗ്നൻസി ആണെങ്കിൽ പൊതുവെ BP വരാൻ ഒരു ചാൻസ് കൂടുതലായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ശരീരഭാരം അമിതമായിട്ട് കൂടുതൽ, അതായത് ഓവർ വെയിറ്റ് അല്ലെങ്കിൽ ഒബിസിറ്റി എന്ന് പറയുന്ന കണ്ടീഷനോട് കൂടി പ്രഗ്നൻസിയിലേക്ക് പോകുന്നവരിൽ ഇതുപോലെ BP കൂടാൻ ഒരു ടെൻഡൻസി നമ്മൾ കാണാറുണ്ട്. അതുപോലെ തന്നെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഇപ്പോൾ ബ്ലഡ് റിലേഷൻ നമ്മൾ പറയും, രക്തബന്ധമുള്ള ആർക്കെങ്കിലും ഇതുപോലെ ബ്ലഡ് പ്രഷർ കൂടി
അതിന്റെ മെഡിസിൻ എടുക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഗർഭിണിയായിരിക്കുന്ന കുട്ടിക്കും ഇതുപോലെ വരാനായിട്ട് സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഇരട്ട കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ശരീരത്തിൽ ഹോർമോൺസിന്റെ അളവ് കുറച്ച് കൂടുതൽ തന്നെ ആയിരിക്കും. അപ്പോൾ അവർക്ക് എല്ലാ കോംപ്ലിക്കേഷൻസും, ഇപ്പോൾ ഛർദി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഷുഗറിന്റെ പ്രശ്നമായിക്കോട്ടെ, അല്ലെങ്കിൽ രക്തസമ്മർദ്ദത്തിന്റെ പ്രശ്നമായിക്കോട്ടെ, എല്ലാം വരാനായിട്ട് കുറച്ച് കൂടുതൽ ചാൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് പൊതുവേ നമുക്ക് ബ്ലഡ് പ്രഷർ പ്രഗ്നൻസിയിൽ കൂടുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇത് വരാതിരിക്കാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും വരാതിരിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഗുലർ ആയിട്ട് നിങ്ങൾ ഡോക്ടർ നിർദ്ദേശിക്കുന്ന പ്രകാരം ചെക്കപ്പിന് പോവുക. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ 4 മാസത്തില് BP ചിലപ്പോൾ നോർമൽ ആയിരിക്കും, 5 മാസത്തിൽ 6 മാസത്തിലായിരിക്കും ചിലപ്പോൾ BP കൂടുന്നത്. അപ്പോൾ നിങ്ങൾ റെഗുലർ ആയിട്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചെക്കപ്പിന് പോയാൽ മാത്രമേ ഉള്ളൂ നമുക്കിത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഹാര രീതിയാണ്. അതിൽ എപ്പോഴും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് കഴിക്കാനായിട്ട്, അതായത് പ്രോട്ടീനും ആവശ്യത്തിന് വേണം, വെജിറ്റബിൾസും ഫ്രൂട്ട്സും എല്ലാം ചേർന്നിട്ടുള്ള ഒരു സമീകൃതമായിട്ടുള്ള ആഹാരം കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒത്തിരി ഓയിലി ആയിട്ടുള്ള ഫുഡ്സ്, ഒത്തിരി ഫാസ്റ്റ് ഫുഡ്, ഒത്തിരി ജങ്ക് ഫുഡ് കഴിക്കുന്നവരിൽ പൊതുവെ BP വരാനൊരു ടെൻഡൻസി നമ്മൾ കൂടുതലായിട്ട് കാണാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് റെസ്ട്രിക്ട് ചെയ്യുന്ന വഴി, അതായത് കുറയ്ക്കുന്ന വഴി നമുക്ക് BP കൺട്രോൾ ചെയ്യാൻ തീർച്ചയായിട്ടും സാധിക്കും. അതുപോലെ തന്നെ എക്സസൈസിനും വലിയൊരു പങ്കുണ്ട് നമ്മുടെ ബ്ലഡ് പ്രഷർ നോർമലായിട്ട് കീപ്പ് ചെയ്യുന്നതിൽ. ഇപ്പൊ ഡെയിലി ഒരു അരമണിക്കൂർ ഒരു നടത്തമായിക്കോട്ടെ, അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും ഒരു എക്സസൈസ് ആയിക്കോട്ടെ, അത് ബ്ലഡ് പ്രഷർ അഥവാ BP കൺട്രോൾ ചെയ്യുന്നതിൽ വളരെയധികം ഹെൽപ്ഫുൾ ആണ്. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം, അമിതമായിട്ട് ശരീരഭാരം പ്രഗ്നൻസിയിൽ കൂടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു മാസത്തിൽ തന്നെ ഒരു 3-4 കിലോ ഒക്കെ അമിതമായിട്ട് വെയിറ്റ് കൂടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് രക്തസമ്മർദ്ദം കൂടാനോ അതുപോലെ തന്നെ ഷുഗർ കൂടാനോ ഒക്കെ ഉള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. ഒത്തിരി ഫാസ്റ്റ് ആയിട്ട് നിങ്ങളുടെ വെയിറ്റ് കൂടുന്നില്ല എന്ന് തീർച്ചയായിട്ടും ഉറപ്പാക്കുക. പിന്നെ ഇനി ഇതെല്ലാം നമ്മൾ നോക്കി സ്റ്റിൽ നമുക്ക് BP കൂടി, മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇനിഷ്യലി നമ്മൾ ഒരു ഒറ്റ തവണ നോക്കിയിട്ട് BP കൂടുതലാണെങ്കിൽ മാത്രം മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യത്തില്ല, റിപ്പീറ്റ് നമ്മൾ നോക്കും. അതുപോലെ തന്നെ ചില ബ്ലഡ് ടെസ്റ്റിന്റെയും ആവശ്യമുണ്ട്. BP നമ്മൾ ഒരു 140-90 മേളിൽ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ കണ്ടു കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അത് ശരീരത്തിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല പല അവയവങ്ങളെ ബാധിക്കാനായിട്ട് ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പൊ അങ്ങനെ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയാനായിട്ട് തീർച്ചയായിട്ടും രക്തം പരിശോധിച്ച് നോക്കേണ്ടി വരും, യൂറിൻ ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടി വരും. അപ്പൊ ഈ റിസൾട്ട് ഒക്കെ വെച്ചിട്ടാണ് നമ്മുടെ ശരീരത്തെ ഈ BP എന്തുമാത്രം ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ അങ്ങനെ റെഗുലർ ആയിട്ട് തീർച്ചയായിട്ടും നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. റെഗുലർ ആയിട്ട് വെയിറ്റ് നമ്മൾ മോണിറ്റർ ചെയ്യും, അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ മോണിറ്റർ ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്ലഡ് ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ് എല്ലാം റെഗുലർ ആയിട്ട് മോണിറ്റർ ചെയ്യും. ഇത് അമ്മയുടെ കാര്യമാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുഞ്ഞിന് വളർച്ചക്കുറവ് വരാൻ ഒരു ടെൻഡൻസി ഉള്ള സമയമാണ് ഈ ബ്ലഡ് പ്രഷർ കൂടുന്ന ഒരു കണ്ടീഷൻ. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ബേബിയുടെ ആണെങ്കിലും ക്ലോസ് മോണിറ്ററിങ് വളരെയധികം അത്യാവശ്യമാണ്. കുറച്ചുകൂടെ ഫ്രീക്വന്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ചെക്കപ്പ് ഉണ്ടാവും. അതുപോലെ തന്നെ കുറച്ചുകൂടെ ഫ്രീക്വന്റ് ആയിട്ടുള്ള സ്കാനിങ് വേണ്ടി വരും, നമുക്ക് കുഞ്ഞിന് വളർച്ചക്കുറവ് എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട്. പിന്നെ ചികിത്സയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സമീകൃതമായിട്ടുള്ള ആഹാരത്തിന് വലിയൊരു പങ്കുണ്ട്, എക്സസൈസിന് വലിയൊരു പങ്കുണ്ട്, അതുപോലെ തന്നെ മെഡിസിൻസ്. കാരണം ചില ഗർഭിണികളെയൊക്കെ ഞാൻ കാണാറുണ്ട്, നമ്മൾ BP കൂടി എന്ന് പറഞ്ഞാൽ നമ്മൾ മെഡിസിൻ കൊടുക്കും, 2-3 ദിവസം വരെ കഴിക്കും, പിന്നെ ഒരു 3-4 ദിവസം സ്കിപ്പ് ചെയ്യും. അതിനുശേഷം തിരിച്ച് നമ്മുടെ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് ചെക്കപ്പിന് വരുമ്പോഴത്തേക്കും നോക്കുമ്പോൾ BP കൂടുതലാണ്. അപ്പൊ നമ്മൾ ചോദിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 ദിവസം കഴിച്ചു, എന്നിട്ട് വീടിനടുത്തൊരു ക്ലിനിക്കിൽ പോയി BP ചെക്ക് ചെയ്തു, അപ്പൊ നോർമലാ, അപ്പൊ ഇനി മെഡിസിൻ കഴിക്കണ്ടല്ലോ എന്ന് പറഞ്ഞ് നിർത്തിയതാണ്, ആരോടും ചോദിച്ചില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ BP കൂടി നിൽക്കുന്ന കണ്ടീഷനിൽ നമ്മൾ കുറയ്ക്കാനായിട്ട് മെഡിസിൻ കൊടുക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും മെഡിസിന്റെ ഇഫക്റ്റില് BP കുറഞ്ഞിരിക്കും. പക്ഷെ നിങ്ങൾ സ്വന്തമായിട്ട് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? തിരിച്ച് വീണ്ടും BP കൂടും. അപ്പോൾ ഇങ്ങനെ വരുന്ന കണ്ടീഷൻസിൽ ചിലര് ഫിറ്റ്സ് ആയിട്ട് വരാറുണ്ട്. BP കൂടിയതിന്റെ ഫലമായിട്ട് ജന്യം വന്നിട്ട് നമ്മൾ പേഷ്യന്റിനെ കാണാറുണ്ട്. അതുപോലെ തന്നെ സ്ഥിരമായിട്ട് നമ്മൾ മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്താലും കഴിക്കാതെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, അതുപോലെ കുഞ്ഞിന് വളർച്ചക്കുറവ് വരുന്ന കേസുകൾ, അതുപോലെ തന്നെ കുഞ്ഞിലേക്കുള്ള രക്തയോട്ടത്തിൽ കുറവ് വരുന്ന കേസ് ഒക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പം BPക്ക് നമ്മൾ ഈ പറയുന്ന പോലെ ആഹാരത്തിലുള്ള വ്യത്യാസം, എക്സസൈസ് ഒക്കെ ചെയ്ത് നോക്കിയിട്ടും കൺട്രോൾ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെഡിസിൻസ് എടുക്കണം. പ്രഗ്നൻസിയിൽ കുഞ്ഞിനും അമ്മയ്ക്കും സേഫ് ആയിട്ടുള്ള മെഡിസിൻസ് നമുക്ക് അവൈലബിൾ ആണ്. ടാബ്ലറ്റ് ആയിക്കോട്ടെ, ഇഞ്ചക്ഷൻ ആയിക്കോട്ടെ, എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. അത് നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കറക്റ്റ് ആയിട്ട്, അവർ പറയുന്ന ടൈമിൽ തന്നെ കറക്റ്റ് ആയിട്ട് കഴിക്കുക. അതുവഴി നമുക്ക് ബ്ലഡ് പ്രഷർ കൂടുന്നതിന്റെ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഒരു പരിധി വരെ നമുക്ക് തടയാനായിട്ട് സാധിക്കും. സ്റ്റിൽ നമ്മൾ മെഡിസിൻ എടുത്തുകൊണ്ടിരുന്നാൽ പോലും ചില റെയർ ആയിട്ടുള്ള അവസരങ്ങളിൽ
BP കൂടുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പൊ അത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഡേഞ്ചർ സിഗ്നൽസ് നമ്മൾ പറയുന്നത്. പ്രഗ്നൻസിയിൽ BP കൂടിയതിന്റെ ഡേഞ്ചർ സിഗ്നൽസ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തലവേദന വരിക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണിന് മങ്ങല് വരിക എന്നുള്ളതാണ്. മൂന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറുവേദനയായിട്ട് വരിക എന്നുള്ളതാണ്. നാലാമത്തത് ഈ കുഞ്ഞിന് വളർച്ചക്കുറവിന്റെ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ വന്നു കഴിയുമ്പോൾ കുഞ്ഞിന് അനക്കം കുറവായിട്ട് നമുക്ക് തോന്നും. അപ്പൊ ഈ രീതിയിലുള്ള വ്യത്യാസങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് BP കൂടുന്നതിന്റെ ഒരു ടെൻഡൻസി ആയിരിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നേരത്തെ BP ഒന്നും ഇല്ലായിരുന്ന ആൾക്ക് പോലും പ്രഗ്നൻസി സമയത്ത് അമിതമായിട്ട് പെട്ടെന്ന് തന്നെ വെയിറ്റ് കൂടുന്നു, അല്ലെങ്കിൽ അമിതമായിട്ട് മുഖത്ത് കാലിലൊക്കെ ഒത്തിരി നീര് വരുന്നു. അപ്പൊ ഇതൊക്കെ BP പുതിയതായിട്ട് ഉണ്ടാവാനും അല്ല ഓൾറെഡി BP ഉള്ളവർക്ക് അത് കൂടിയതിന്റെ ആയിട്ടുള്ള ടെൻഡൻസി കാണിക്കുന്ന ലക്ഷണങ്ങളാണ്. അപ്പൊ ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരിക്കലും അവഗണിക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഡോക്ടറെ അടുത്ത് ചെക്കപ്പിനായിട്ട് പോവുക. പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ BP ഇതുപോലെ നമ്മൾ മെഡിസിൻസ് എടുത്തിട്ടും വളരെ വളരെ അപൂർവമായിട്ടുള്ള സിറ്റുവേഷൻസിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻ വന്നേക്കാം. ഇങ്ങനെ അത് ബാധിക്കുന്ന ഒരു കണ്ടീഷൻ വന്നേക്കാം. അല്ലെങ്കിൽ നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനെ, അവയവങ്ങളെയൊക്കെ ബാധിച്ചിട്ട് അത് നമുക്ക് ബ്ലഡ് ടെസ്റ്റ് വഴി കണ്ടുപിടിക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നേക്കാം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് ചിലപ്പോൾ ഒരു നേരത്തെ ഉള്ള ഡെലിവറിയും നമ്മൾ പ്രതീക്ഷിക്കണം. BP ഉണ്ടെങ്കിൽ തന്നെ പൊതുവേ നമ്മൾ ഡേറ്റ് വരെ കൊണ്ടുപോകാറില്ല. ഡേറ്റിന് മിക്കവാറും ഒരു 2-3 ആഴ്ച മുന്നേ തന്നെ പ്രസവിപ്പിക്കുകയോ അല്ലെങ്കിൽ സിസേറിയൻ ആണെങ്കിൽ സിസേറിയൻ ചെയ്യുകയോ ഒക്കെ ചെയ്യാറാണ് പൊതുവേ പതിവ്. പക്ഷെ സ്റ്റിൽ ഇതിനിടയിൽ തന്നെ ചിലപ്പോൾ മാസം തികയുന്നതിന് മുന്നേ തന്നെ BP ഒത്തിരി അൺകൺട്രോളബിൾ ആയിട്ട് കൂടുകയാണെങ്കിൽ ചിലപ്പോൾ നേരത്തെ തന്നെ നമുക്ക് പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യേണ്ടതായിട്ടും വരാം. വളരെ വളരെ റെയർ ആയിട്ടുള്ള സിറ്റുവേഷൻസ്. നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, തീർച്ചയായിട്ടും എല്ലാ ചെക്കപ്പിനും പോകുമ്പോൾ നിർബന്ധമായിട്ടും BP ചെക്ക് ചെയ്യുക. അത് നോർമൽ റേഞ്ചിലാണെന്ന് ഉറപ്പാക്കുക. അഥവാ കൂടുതലായിട്ടാണ് നിങ്ങളുടെ BP കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിങ്ങളുടെ ഡയറ്റ് അതുപോലെ തന്നെ നിങ്ങളുടെ എക്സസൈസ് അഡ്ജസ്റ്റ് ചെയ്യുക. മെഡിസിൻസ് പറയുന്ന രീതിയിൽ ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് കറക്റ്റായിട്ട് മെഡിസിൻസ് എടുക്കുക. അതിന്റെ ഫോളോ അപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ബ്ലഡ് ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ്, അതുപോലെ തന്നെ കുഞ്ഞിന്റെ വളർച്ച മോണിറ്റർ ചെയ്യാനുള്ള സ്കാനിങ്ങുകൾ, അതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലഡ് പ്രഷർ നിങ്ങൾക്ക് പ്രഗ്നൻസിയിൽ ഒരു ശല്യമായി മാറില്ല. അപ്പോൾ അതൊക്കെയാണ് പ്രഗ്നൻസിയിൽ BP വരാൻ ചാൻസ് ഉള്ളവരും BP ഉള്ളവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വിമൻസ് ഹെൽത്ത് അതുപോലെ തന്നെ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, അതിന് നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യണം അതിനെയൊക്കെ പറ്റി സംസാരിക്കുന്ന ഒരു ചാനലാണ് നമ്മുടേത്. ഇങ്ങനെയുള്ള ടോപ്പിക്സ് കേൾക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് ഈ ടോപ്പിക്കിലോ സിമിലർ ആയിട്ടുള്ള എന്തെങ്കിലും ടോപ്പിക്സിലോ ഡൗട്ട് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ടോപ്പിക്കിനെ പറ്റി നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ വേണമെങ്കിലോ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഞാൻ എത്രയും നേരത്തെ റിപ്ലൈ തരുന്നതായിരിക്കും. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി. Thanks for watching. Stay healthy, stay happy.